പ്ലാന്റിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഈ കുപ്പിക്കകത്തുനിന്ന് ഇനി ചെടിയെല്ലാം പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം ചെറിയ പോട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ രീതിയിൽ കുറച്ചുകൂടി വലിയ പോട്ടായാലും കുഴപ്പമില്ല, ഒത്തിരി വലുതാകാതെ എന്നാൽ ഒരു ചെറിയ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ചെറിയൊരു പോട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല എന്ന രീതിയിൽ ഈ പോട്ടില്ലാതെ നിങ്ങൾക്കാണെങ്കിൽ തൊണ്ട് മാത്രം കെട്ടിവെച്ചിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ കുറച്ച് ചെറിയ പോട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷാർപ്പായിട്ടുള്ളൊരു സിസർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാഫിൻ്റെ ഫംഗിസൈഡാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളമുണ്ട്. നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്തായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അത് അളവെടുക്കാൻ വേണ്ടി ഒരു ചെറിയ സ്പൂണുണ്ട്. പിന്നെ നമ്മുടെ ചട്ടിയുടെ സൈസ് അനുസരിച്ചിട്ട് നമ്മൾ തൊണ്ടിൻ്റെ പീസ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തൊണ്ട് ചട്ടിക്കകത്തോട്ട് കയറ്റുന്നതല്ല എങ്കിൽ ഈ ചെടി വെച്ചിട്ട് തൈ വെച്ചിട്ട് കയറ്റുന്നതെന്ന് വെച്ചാൽ ഇതേ രീതിയിൽ 3 പീസ് ജോയിൻ ചെയ്തിട്ടുള്ളൊരു ഇതിലായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ഷാർപ്പായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ വേരിൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കണം. വേര് നമ്മൾ കട്ട് ചെയ്ത് കളയല്ലേ, പകരം നമ്മളിതിനെ സൂക്ഷ്മതയോടുകൂടി സെപ്പറേറ്റ് ചെയ്യുക. ഇനി അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേരൻറ്റ് സ്റ്റോക്കിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പം ഷാർപ്പായിട്ട് കമ്പ് ഒത്തിരി വേണ്ട, എന്നാൽ കമ്പ് ഒരല്പം അതിലിരിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ചൂട് കണ്ടാൽ സാധിക്കും, അല്ലേ? വേരുകളൊന്നും പോകാത്ത രീതിയിൽ തന്നെ, എന്നാൽ കമ്പൂടി ഉള്ള രീതിയിൽ അടർത്തി മാറ്റാതെ അതുകൂടി ചേർത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗ്ലാസ്സിലെടുത്ത് കുറച്ച് വെള്ളത്തിലേക്ക് ആൻറ്റി ഫംഗൽ നമ്മുടെ സാഫിൻ്റെ പൗഡർ നമ്മൾ ഇതിനകത്തേക്ക് കലക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓർക്കിഡിൻ്റെ തയ്യെ നമ്മൾ ഈ വെള്ളത്തിലേക്കൊന്ന് ഡിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു മീഡിയത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതൊരു കാരണവശാലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെറിയ തുണ്ടിൻ്റെ പീസാണ്, അതായത് ഇച്ചിരി വീതിയിലുള്ള 2 പീസുകളാണ്. അപ്പോൾ അതിനെ ഒരു റൗണ്ട് രൂപത്തിലേക്ക് നമ്മളിപ്പം എടുക്കുകയാണ്. അല്ല, അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലെ ആ ഗ്യാപ്പിലേക്ക് നമ്മളെടുത്ത സീഡിങ് തൈയെ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ആ പോട്ടിലേക്ക് ഇത് ഉറപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കയറ്റി വയ്ക്കണം. ഒരു കാരണവശാലും ഇതിൻ്റെ അകത്ത് ഗ്യാപ്പ് ഉണ്ടാകാനോ അല്ല എങ്കിൽ ചെടി കുലുങ്ങുന്നതിൻ്റെ രീതിയിൽ ഇരിക്കാനോ പാടില്ല. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. സെലക്ട് ചെയ്തിട്ടുള്ള 3 തൈകളും നമ്മൾ കട്ട് ചെയ്തെടുത്ത 3 തൈകളും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ടൈറ്റായിട്ട് തന്നെ തുണ്ട് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്.